ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു രാജ് ടോക്സ്. DC റൈറ്റർ ഡയറക്ടർ അരുൺ മാതേഷ്, അദ്ദേഹത്തിന്റെ 4ാമത്തെ ചിത്രം എന്നാണ് എൻ്റെ ഓർമ്മ. റോക്കി, ഗാങ്സ്റ്റർ റിവെഞ്ച് ഡ്രാമ. അതിനുശേഷം വന്നിരിക്കുന്ന സാനി കായികവും സെയിം ഓൾമോസ്റ്റ് ഒരു ഗാങ്സ്റ്റർ അല്ലെങ്കിൽ ഒരു റിവെഞ്ച് ഡ്രാമ എന്ന് പറയാവുന്ന ഒരു സംഭവമാണ്. ക്യാപ്റ്റൻ മില്ലർ ഓൾറെഡി അതിനെപ്പറ്റി ഒരുപാട് ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ആ സിനിമ എനിക്ക് അത്ര വർക്കായുമില്ല. ഇപ്പം 4ാമത്തെ ചിത്രം DCയിലേക്ക് എത്തി നിൽക്കുമ്പോൾ ദേവദാസിന്റെയും ചന്ദ്രയുടെയും കഥ പറയുന്ന ഗൺസ് ആൻഡ് റോസസിനെയൊക്കെ ഒരു മെറ്റഫറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ ശ്രമിച്ച ചിലയിടങ്ങളിൽ അത് നല്ല രസകരമായിട്ട് വന്നിട്ട് ചിലയിടങ്ങളിൽ പാളിപ്പോയിട്ടുണ്ടെങ്കിലും എനിക്ക് വർക്കായ ഒരുപാട് സംഭവങ്ങൾ വെച്ചിട്ട് പറയാം. ഇതൊരു മോശം സിനിമയല്ല എങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയാനും പറ്റില്ല. അതിനേക്ക് പുറകിലേക്ക് വലിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് അവസാനം പറയാം. കിടിലം സ്ക്രീൻ പ്ലേ, വൺ ആഫ്റ്റർ ദി അനദർ ഹാപ്പനിങ് ആയിട്ട് വരുന്ന ഒരുപാട് പരിപാടികൾ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുമ്പോൾ ഉള്ള സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകളുടെ കിടിലം പെർഫോമൻസ്. വമീക നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരി ഇതിനകത്ത് പുൾ ഓഫ് ചെയ്തിരിക്കുന്ന ഒരു സെക്സ് വർക്കറായിട്ട് വന്നിട്ട് ഒരു സാഹചര്യത്തിൽ എന്താ പറയുക, പുള്ളിക്കാരിക്ക് ഒരു ബ്രേക്ക് ഔട്ട് ആയി അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റുകയും അതിനുശേഷം പുള്ളിക്കാരി ജീവൻ പോയാലും ഒരുപാട് പേരുടെ കൂട്ടത്തിൽ നിൽക്കണം എന്നുള്ള രീതിയിൽ ഒരു മിഷനിലേക്ക് പോകുന്നതും അന്യായ സ്വാഗർ പരിപാടിയൊക്കെ ആയിട്ട് വമിക രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ഉപരി അനിരുദ്ധിന്റെ BGM, സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന BGM ഉണ്ട്. ഭയങ്കര രസകരമായിട്ട് എനിക്ക് അതിങ്ങനെ പറഞ്ഞ് പാടാനുള്ളൊരു ചമ്മൽ കൊണ്ടാണ്. പക്ഷെ അത് ഭയങ്കര രസമാണ്. അതിട്ട് ഏത് ആൾക്കാരെ എലിവേറ്റ് ചെയ്താലും നമുക്ക് ഭയങ്കരമായിട്ട് ഗൂസ് ബംസ് വരും. അതുപോലെ പുള്ളി ഇതിനകത്ത് ത്രൂ ഔട്ട് പിടിച്ചിരിക്കുന്ന കുറെ BGMകളുണ്ട്. ഒരു കല്യാണ വീട്ടിലൊരു ഗൺ ഫയറിംഗ് നടക്കുമ്പോഴത്തേക്കും ആ ഫയറിങ്ങിന് കൊടുക്കുന്ന ഒരു മ്യൂസിക്കും പരിപാടിയും, അങ്ങനെ ത്രൂ ഔട്ട് ഇതിന്റെ ഒരു BGM മാത്രമായിട്ട് നമ്മൾ ഇട്ട് ഇങ്ങനെ വണ്ടി ഓടിച്ചോട്ട് പോയാലും നമ്മൾ ഈ അർജുനന്റെ വില്ല് വണ്ടി ഓടിക്കുന്ന പോലെയാണ് കൊണ്ടുപോവുക. അമ്മാതിരി ലെവലില് അത്രയും കിടിലമായിട്ട് പുള്ളി ഹൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പുള്ളി ഇല്ലെങ്കിൽ ഈ പടമില്ല, അനിരുദ്ധ് ഇല്ലെങ്കിൽ ഈ പടമില്ല. അതുകൊണ്ട് തന്നെ ഈ നല്ല സൗണ്ട് സിസ്റ്റം ഉള്ള ഒരു തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞാൽ കിടിലമായിട്ടായിരിക്കും. കാരണം സീൻ എടുത്തു വെച്ചിരിക്കുന്ന രീതിയാണെങ്കിലും സിനിമാറ്റോഗ്രാഫി ഒക്കെ ആണെങ്കിലും നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അതിന്റെ കൂട്ടത്തിൽ ഭയങ്കര വയലൻസ് ഉണ്ട്. കുട്ടികളെ കൊണ്ടൊന്നും കാണാൻ പറ്റുന്ന പടമല്ല, ട്രെയിലർ കണ്ടാൽ തന്നെ മനസ്സിലാവും. പ്ലസ് അരുൺ മാതേഷിന്റെ പടമാണെങ്കിൽ ഏകദേശം ഒരു ഐഡിയ കിട്ടുകയും ചെയ്യും. അപ്പം മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഐഡിയ കിട്ടുകയും ചെയ്യും. അപ്പോൾ അത്രയും ബ്ലഡ് ഷെഡും വയലൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും പടമൊക്കെ ഭയങ്കര രസമായിട്ട് പോകുന്നുണ്ടെങ്കിലും ഇതിന്റെ എന്താ പറയുക, നായകനായിട്ട് വരുന്ന ലോകേഷ് കനകരാജിന്റെ പെർഫോമൻസ്, ഓഫ് കോഴ്സ് ഫസ്റ്റ് ഫിലിമാണ്, അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പുള്ളി ഒരു മോഡ് ഇതിനകത്ത് പിടിച്ചിട്ടുണ്ട്. ആ രീതിയിലാണ് പുള്ളി ഇത് അഭിനയിച്ച് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ അങ്ങനെ പൊക്കോണ്ടിരിക്കുക. അപ്പോൾ പിന്നെ ഇതിന്റെ ഈ കഥയുടെ ഒരു എത്തിക്സ് ഉണ്ട്. എന്ത് പറഞ്ഞാലും നായകന്റെ അടുത്തേക്ക് നമുക്കൊരു സിമ്പതി തോന്നണം. നായകൻ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് ഒരു ജസ്റ്റിഫിക്കേഷൻസ് ഒക്കെ വരണം. അതൊക്കെ ഇതിനകത്ത് വളരെ ലേസി റൈറ്റിംഗ് ആണ്. അതിനകത്ത് നമുക്ക് ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യില്ല. ഇവർ കൊല്ലുന്ന ആൾക്കാരോട് നമുക്ക് ചില സമയത്ത് സഹതാപം തോന്നും. ഇവരൊന്നും മരിക്കേണ്ട ആൾക്കാരല്ലല്ലോ ഇവരൊക്കെ. പക്ഷെ അതിനു വേണ്ടി കഥയിൽ കുറെ കുത്തിത്തിരിക്കലും കാര്യങ്ങളും അതൊക്കെ ഏച്ചുകെട്ടലായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അങ്ങോട്ട് പറയുന്നതിൽ തീർച്ചയായിട്ടും സ്പോയിലേഴ്സ് ഉണ്ടാവും. ഇവരൊരു ഫസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ ഒരു എന്താ പറയാ, ഗവൺമെന്റിന്റെ കുറെ ആയുധ ശേഖരങ്ങൾ ഇവർ കടത്തിക്കൊണ്ട് പോകുന്നു. അപ്പൊ അതിനെ ബേസ് ചെയ്ത് അതിന് കോസിന് ഒരു എഫക്റ്റ് ഉണ്ടാകുന്നു, ഒരാൾ മരണപ്പെടുന്നു. അതിനെയൊക്കെ വളരെ ഇമോഷണൽ ആയിട്ട് നമ്മളിലേക്ക് കറക്റ്റായിട്ട് ഡയറക്ടർ കണക്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ആ പേ ഓഫ് വരുന്ന സമയത്ത് നായകൻ ഇറങ്ങി അടിക്കുമ്പോൾ നമുക്ക് തോന്നണം, അല്ലെങ്കിൽ നായകന്റെ ആ എക്സ്പ്രഷൻസ്, നായകനെ എഴുതിയിരിക്കുന്ന ക്യാരക്ടർ ആർക്ക് എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഇമോഷണൽ ജേർണിയിലൂടെ പോകുന്ന, ഭയങ്കര ട്രോമാറ്റിക് ഉള്ള, ഭയങ്കര ഇമ്പൾസീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ അത് അങ്ങനെ നിൽക്കണം. അങ്ങനെ ആ കണ്ണുകളിലൊക്കെ ഒരു നോട്ടം മാറി, അല്ലെങ്കിൽ നായകൻ ഇഷ്ടമുള്ള ഒരു പാട്ട് ഒരാൾ പാടുമ്പോൾ നായകൻ ആ കണക്ട് കിട്ടുന്നതൊക്കെ അത് രസമായിട്ട് സ്ക്രീനിൽ വരണം. അതിവിടെ സംഭവിച്ചിട്ടില്ല. ലോകേഷിന്റെ കയ്യിൽ നിന്ന് നല്ല രീതിയിൽ പാളിപ്പോയിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് അനിരുദ്ധിന്റെ BGM ആണ്. പുള്ളിക്ക് ഒരുപാട് സീനില്ല, അതായത് കയ്യിലെ ഒരു മാർക്ക് കണ്ടിട്ട് ഒരാളോട് ഒരു ചോദ്യം ചോദിക്കുന്ന സീനൊക്കെ ഉണ്ട്. അപ്പം അവിടെ പുള്ളി ഒന്ന് നോക്കി, അതിനെ നോക്കി, പിന്നെ അതിനുശേഷം പുള്ളി തിരിഞ്ഞ് വേറൊരു ഡയലോഗ് പറഞ്ഞു. അപ്പൊ വളരെ ആർട്ടിഫിഷ്യലായിട്ട് വരുന്ന, കുറെ നേരം നമ്മൾ ഈ ലോകേഷിന്റെ അഭിനയം കണ്ടു കഴിയുമ്പോഴത്തേക്കും യൂസ്ഡ് ആയി. ആ പടത്തിൽ നിന്ന് അത് പോയിട്ട് പിന്നെ മ്യൂസിക്കിന്റെ എലിവേഷനും ആ സീനിന്റെ പ്ലേസ്മെന്റും കാര്യങ്ങളുമായിട്ടൊക്കെ അതങ്ങ് ആസ്വദിച്ച് പോകാൻ പറ്റുന്നുണ്ട്. പക്ഷെ ലോകേഷിന്റെ അഭിനയത്തിന് ഒരുപാട് ട്രോള് കിട്ടാൻ ചാൻസ് ഉണ്ട്. പുള്ളി കിടിലം ക്രാഫ്റ്റ്മാൻ ആണ്. പുള്ളി ചെയ്തിരിക്കുന്ന കൈതി ആണെങ്കിലും മാനകരമാണെങ്കിലും
അതൊക്കെ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ഉള്ള സാധനം പുള്ളി ആസ് എ ഡയറക്ടർ ചെയ്ത് ഒരുപാട് ട്രോൾ മെറ്റീരിയൽ ആയിട്ട് മാറി പുള്ളി ഒരുപാട് ഹേറ്റ് കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സൂപ്പർ സ്റ്റാർസിന്റെ വഴിയെ അവര് പറയുന്ന രീതിയിൽ സിനിമ എടുത്ത് കരിയർ ഇപ്പോ ഇങ്ങനെ മുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ പുള്ളിക്കുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഇതിലെ അഭിനയത്തിന് വേണമെങ്കിലും പാവത്തിന് ട്രോൾ കിട്ടും. എനിക്ക് വിഷമമാണ് തോന്നുന്നത്. കാരണം ഒരാളെ മാത്രം എല്ലാവരും കൂടെ പഴി ചെയ്യുന്നതിൽ സത്യം പറഞ്ഞാൽ കഷ്ടമുണ്ട്. പുള്ളിയുടെ ലെവൽ ബെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ സിനിമയ്ക്ക് ഒരു നായക കഥാപാത്രം, ആ ഇമോഷണൽ ആർക്ക്, ആ ഇമ്പൾസീവ് നേച്ചർ, ഇതൊക്കെ ഡെലിവർ ചെയ്യാൻ കുറച്ചുകൂടെ ഒരു വേറൊരു നടൻ അല്ലെങ്കിൽ വേറെ ആര് വിക്രമൊക്കെ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പം ഇത് വേറെ ലെവലിൽ നിന്നേനെ. കാരണം വിക്രത്തിനൊക്കെ ഈസിയാണ്, പെട്ടെന്ന് തോന്നിയ ഒരാളാണ്. സൂര്യ, വിക്രം ഇവരൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് വേറെ ലെവലിൽ പോയി നിന്നേനെ. പുള്ളി അത്രയും മോശമാക്കിയിട്ടില്ല, പക്ഷെ ട്രോൾ ആവും. എനിക്കൊരാളെ പറ്റി അങ്ങനെ അടച്ചാക്ഷേപിക്കാൻ പറ്റുന്നില്ല. ഹാവിങ് സെഡ് ദാറ്റ്, ഈ മൂവി തിയേറ്ററിൽ തീർച്ചയായിട്ടും നിങ്ങളെ ബോറടിപ്പിക്കില്ല. അങ്ങനെയുണ്ട്. കാരണം ഇതിന്റെ മ്യൂസിക്, ഞാൻ ഈ പറഞ്ഞ ആ പരിപാടി കണ്ടു നോക്കുക, അന്യായമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. വാമികയുടെ ക്യാരക്ടർ, പിന്നെ ഒരാള് അവിനാഷ് രഘുദേവൻ മൊട്ടയടിച്ചിട്ട് താടി നീട്ടി വളർത്തിയ ഒരു ക്യാരക്ടർ ഇതിനകത്തുണ്ട്. ഈ പുള്ളിയുടെ തന്നെ ഒരു ലെഫ്റ്റ് ഹാൻഡ് ആയിട്ട് വരുന്ന ഒരാളാണ്. പുള്ളി രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി ഓരോ സീനിൽ അത്രയും കത്തി നിന്ന് പെർഫോം ചെയ്യുമ്പോൾ അടുത്ത് ലൊക്കേഷന്റെ പെർഫോമൻസ് കാണുമ്പോഴത്തേക്കും നമ്മൾ ഒന്നും ഇല്ലാന്ന് മനസ്സിലാവും. വാമിക ഒരു ബാത്റൂം സീനിൽ ഇങ്ങനെ എക്സ്പ്ലോഡ് ആയിട്ട്, ബാത്റൂം അല്ല, ഒരു ഹോസ്പിറ്റൽ സീനിൽ ഇങ്ങനെ എക്സ്പ്ലോഡ് ആയിട്ട് നിൽക്കുമ്പോഴത്തേക്കും പുള്ളി അങ്ങോട്ട് വന്നിട്ട് അതിന് ചേരുന്ന രീതിയിൽ അഭിനയിച്ച് ഇങ്ങനെ വരികയാണ്. പക്ഷെ അപ്പോഴത്തേക്കും പുള്ളിക്ക് പറ്റുന്നില്ല. അത് ആ ഓറ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു പെർഫോമൻസ് മാച്ച് ചെയ്ത് അതിനെ ഒന്ന് എലിവേറ്റ് ചെയ്യാനുള്ള ഒരു പെർഫോമൻസ് ലൊക്കേഷന് കൊടുക്കാൻ പറ്റുന്നില്ല. അതാണ് ഈ പടത്തിനെ കുറച്ച് പുറകോട്ട് വലിക്കുന്നത്. പിന്നെ ഞാൻ ഈ പറഞ്ഞു കുറെ എത്തിക്കൽ ഇഷ്യൂസും കുറെ മോറൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ നമുക്ക് തോന്നും. ഇതിലിപ്പോ എങ്ങനെയാണ് ഈ നായകനെ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യുക എന്നുള്ളത്. ബട്ട് എഗെയിൻ, എന്നെ സംബന്ധിച്ചിടത്തോളം തിയേറ്റർ വാച്ചിൽ ഒരു നഷ്ടക്കാഴ്ചയായിട്ടോ ഇതെപ്പോ തീരും എന്നൊക്കെയുള്ള തലവേദന പിടിക്കുന്ന ഒരു ഇതായിട്ടോ തോന്നിയില്ല. ഇങ്ങനെയുള്ള ചെറിയ കല്ലുകടികൾ, ചെറിയ ചെറിയ ഇഷ്യൂസ് എന്നൊക്കെ വെച്ച് നോക്കിയാലും ഡെഫിനറ്റ്ലി ഒരു തിയേറ്റർ വാച്ചിൽ എനിക്കൊരു മികച്ച അനുഭവമായിട്ട് തന്നെ തോന്നി. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെക്കുക. കണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായം രേഖപ്പെടുത്തുക.